വടകരയിലെ സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ സമരം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്ത് വന്നു. ബസ് തൊഴിലാളിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. രമ്യ, ഈ സമരം 4 ദിവസമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ടോ? നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? ജനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വലയുകയാണല്ലേ? രമ്യ, കേൾക്കാമോ? വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. സേതു, കേൾക്കാമോ? പറഞ്ഞു രമ്യ. നിലവിൽ ഈ പണിമുടക്ക് 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വടകര തണ്ണീർപ്പന്തൽ ആയഞ്ചേർ റൂട്ടിലാണ് ഈ ബസ് പണിമുടക്ക് നടക്കുന്നത്. ഇത് തീർച്ചയായും വലിയ തോതിൽ തന്നെ യാത്രക്കാരൊക്കെ പ്രതിഷേധത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം തണ്ണീർപ്പന്തലിന് സമീപം CC മുക്കിൽ അശ്വിൻ എന്നൊരു ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ മർദ്ദിച്ച ആളുകളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുന്നത്. ഈ വടകര ഒരു 35ഓളം ബസ്സുകളാണ് ഇത്തരത്തിൽ ഈ പണിമുടക്കിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ വടകര മേഖല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് യാത്രക്കാര്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു 35-ലധികം ബസ്സുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ തോതിൽ തന്നെ ജനജീവിതത്തെ ബാധിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ പരീക്ഷകളുള്ള കാലമാണ്. അപ്പോൾ കുട്ടികൾക്ക് ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കുട്ടികളെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരും വിദ്യാർത്ഥികളും വലിയ തോതിൽ പ്രതിഷേധത്തിലാണ്. ഇത് 16 മുതലായിരുന്നു ഇത്തരത്തിലൊരു സമരത്തിന് സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ ഈ സംയുക്ത സമര സമിതിയുടെ ഈ സമരവുമായി അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഈ ബസ് ജീവനക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത്തരത്തിലൊരു സമരമാണ് ഇപ്പോൾ 4 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ 4-ാമത്തെ ദിവസമാണ്. എങ്കിലും ഈ മേഖലയിൽ KSRTC ബസ്സുകൾ സമാന്തരമായി സർവീസ് നടത്തുന്നുണ്ട്. എങ്കിലും ഇത് വളരെ തോതിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. സേതു, ശരി രമ്യ.